ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഇറ്റ്സ് മീ കെ അസർ അർഫാത്ത്. MBBS അബ്രോഡുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സീരീസിലൂടെ മനസ്സിലാക്കാം. വെൽക്കം ടു എജു ക്യാപ്സ്യൂൾ. MBBS ഓപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, ഏത് കൺട്രിയിൽ പോയി ഞാൻ പഠിക്കും? സേഫ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രി ഏതാണ്? അവിടുത്തെ മികച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? എനിക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? അതല്ല UK, കാനഡ പോലുള്ള കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. റഷ്യ, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അസർബൈജാൻ, ഈജിപ്ത്, മോൾഡോവ, ബൾഗേറിയ, ഒരുപാട് രാജ്യങ്ങളാണ് നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അത് തന്നെ നമുക്കൊരു കൺട്രി ചൂസ് ചെയ്യുന്നതിന് നമ്മളെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. അവിടെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? ഇത് NMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. NMC നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ തിരിച്ച് ഇന്ത്യയിൽ വന്ന് നമുക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഡിഗ്രി ഇന്ത്യയിൽ വാലിഡ് ആവുകയുള്ളൂ. NMCയുടെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. 54 months കോഴ്സ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം, ഏകദേശം 4.5 years. അതോടൊപ്പം 1 year ഇന്റേൺഷിപ്പ് നമ്മൾ ഹോസ്റ്റിംഗ് കൺട്രിയിൽ ചെയ്തിരിക്കണം. 12 months ഇന്റേൺഷിപ്പ് അനിവാര്യമാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം. ഫസ്റ്റ് ഇയർ മുതൽ അവസാന വർഷം വരെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം. NMC ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും സിലബസിൽ ഉണ്ടായിരിക്കണം. ഹോസ്റ്റിംഗ് കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. WHO ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസിന്റെ w.org എന്ന സൈറ്റിൽ നമ്മുടെ കൺട്രി നെയിം കൊടുക്കുക, യൂണിവേഴ്സിറ്റിയുടെ നെയിം കൊടുക്കുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി അപ്പിയർ ആയിരിക്കണം, സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് WHO ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിക്കുകയുള്ളൂ. വൺ ഇയർ ഇന്റേൺഷിപ്പ് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം അനിവാര്യമായിട്ടും ചെയ്തിരിക്കണം. യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ, ഉദാഹരണത്തിന് 3 years ഒരു യൂണിവേഴ്സിറ്റിയിലും നെക്സ്റ്റ് 3 years വേറെ യൂണിവേഴ്സിറ്റിയിലും ചെയ്യുന്നത് NMC അനുവദിക്കുന്നതല്ല. 10 വർഷത്തിനുള്ളിൽ MBBS പ്രോഗ്രാം പൂർത്തീകരിച്ചിരിക്കണം. NMCയുടെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്ത എപ്പിസോഡുകളിൽ ഓരോ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ മെഡിക്കൽ കോളേജുകളെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം.